everyone, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Income Tax Assessment 2, which is a co-paper for Semester 4 BCom Tax Procedure and Practices students under Kerala University. This is the 6th lecture of the series. In this lecture, we are discussing about tax on income of company. Let us discuss tax on income of companies. If the total turnover of a company during the financial year 2017-18 does not exceed 400 crore, the tax liability is 25%. When the turnover exceeds rupees 400 crore, the total income of the domestic company is taxable at the rate 30%. Surcharge and 4% of health and education cess are also applicable. Surcharge is 7% when the total income exceeds 1 crore and 12% when total income exceeds 10 crore. Further, a company has to pay minimum alternate tax of 15% if the tax as per normal provisions are less than MAT. കമ്പനീസ് അവരുടെ ഇൻകത്തിന് ടാക്സ് പേ ചെയ്യുന്നതാണ് ടാക്സ് ഓൺ ഇൻകം ഓഫ് കമ്പനീസ് പറയുന്നത്. ഒരു കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ ടേൺ ഓവർ 400 ക്രോറിൽ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ ടാക്സ് ചെയ്യുന്നത് 25% ഓഫ് റേറ്റ് ഓഫ് ടാക്സ് വെച്ചിട്ടായിരിക്കും. ദെൻ കമ്പനിയുടെ ടേൺ ഓവർ 400 ക്രോറിൽ എക്സീഡ് ചെയ്യുകയാണ് എങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആയിരിക്കും. സർചാർജും 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ഈ കേസിൽ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 1 ക്രോറിൽ എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ 7%, കമ്പനിയുടെ ടോട്ടൽ ഇൻകം 10 ക്രോറിൽ എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ സർചാർജ് 12% ആയിരിക്കും. നോർമൽ പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കമ്പനിയുടെ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്നത് 15% ആണ്. മാറ്റിൻ്റെ ആ പ്രൊവിഷൻസ് പ്രകാരമുള്ള റേറ്റ് ഓഫ് ടാക്സിനേക്കാളും കുറവാണ് ടോട്ടൽ ഇൻകം എങ്കിൽ മാറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ ആയിരിക്കുക. ഇൻകം ടാക്സ് റേറ്റ് ഓൺ ഡൊമസ്റ്റിക് കമ്പനീസ് previous year 2019-20, gross turnover up to rupees 400 crore in the financial year 2017-18 25% ആയിരിക്കും. ഗ്രോസ് ടേൺ ഓവർ എക്സീഡിങ് rupees 400 crore ഫിനാൻഷ്യൽ ഇയർ 2017-18 റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. where the company opted for section 115BA 25%, where the company opted for section 115BAA 22%, where the company opted for section 115BAB, rate of tax is 15%. For manufacturing companies set up after 1st October 2019 and has commenced manufacturing or production of an article or thing on or before the 31st day of March 2023. Minimum alternate tax rate is 15%. Minimum alternative tax not applicable on companies opting 115BAA or 115BAB. Surcharge, if applicable, and health and education cess shall be payable in all cases. ഡൊമസ്റ്റിക് കമ്പനിയുടെ ഇൻകം ടാക്സ് റേറ്റുകളാണ് നമ്മളിവിടെ കണ്ടത്. ഡൊമസ്റ്റിക് കമ്പനി ടേൺ ഓവർ എന്ന് പറയുന്നത് 400 ക്രോറിൽ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ കമ്പനീസിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 25% പ്ലസ് സർചാർജ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. ഗ്രോസ് ടേൺ ഓവർ എക്സീഡിങ് 400 ക്രോർസ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2017-18 ആണ് എങ്കിൽ ആ കമ്പനിയുടെ ടേൺ ഓവർ 400 എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. 115BA പ്രകാരം വരുന്ന കമ്പനിയാണ് എങ്കിൽ 25%, 115BAA വരുന്ന കമ്പനിയാണ് എങ്കിൽ 22%, 115BAB പ്രകാരം വരുന്ന കമ്പനീസ് ആണ് എങ്കിൽ 15% ആണ്. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ദാറ്റ് ഈസ് മാറ്റ്
റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 15% തന്നെയാണ്. മാറ്റ് ആപ്ലിക്കബിൾ അല്ലാത്തത് 115BAA പ്രകാരം വരുന്ന കമ്പനീസിനും 115BAB പ്രകാരം വരുന്ന കമ്പനീസിനും മാറ്റ് ആപ്ലിക്കബിൾ അല്ല. സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കേസുകളിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.